മനുഷ്യരെന്ന നിലക്ക് നമുക്ക് പല പരിമിതികളുമുണ്ട്. നമുക്ക് ആ കാര്യങ്ങൾ അറിയുന്നതിനെക്കുറിച്ച്, ചിന്തിക്കുന്നതിനെക്കുറിച്ച്, ആലോചിക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതികളുണ്ട്. എല്ലാം അറിയുന്ന പടച്ചവൻ ഒരു കാര്യം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരി. എല്ലാം അറിയുന്ന പടച്ചവൻ ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് തെറ്റ്. പക്ഷേ എൻ്റെ പരിമിതമായ ബുദ്ധിയിൽ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ അതിൻ്റെ യുക്തി എനിക്ക് ബോധ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക? ഒന്ന് ആലോചിച്ച് നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസ്വഹാബത്തിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ മതത്തെക്കുറിച്ചും മതത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച്, അതിൻ്റെ നിയമനിർദ്ദേശങ്ങളെക്കുറിച്ച്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ശരി, മതമൊക്കെ നല്ലത് തന്നെയാണ്, ഒരു ഒരു വ്യവസ്ഥക്കും അതുപോലെ തന്നെ കൃത്യമായ ധാർമ്മികതക്കും സംസ്കാരത്തിനൊക്കെ മതത്തിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പൊതുവായ രീതിയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ എനിക്കിങ്ങനെ ആലോചിക്കുമ്പോൾ മതത്തിൻ്റേത് യുക്തിപരമായി തോന്നുന്നില്ല. വേറെ ചില ആളുകൾ പറയും, ഞാൻ ഖുർആനിലെ ഇന്ന കാര്യങ്ങളിൽ എനിക്ക് എൻ്റെ യുക്തിക്ക് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ ഹദീസിലെ ഇന്ന ഹദീസുകൾ എനിക്ക് യുക്തിപരമായി യോജിക്കുന്നില്ല, അല്ലെങ്കിൽ ഇസ്ലാമിലെ ചില കൽപ്പനകൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, ഇതിൽ ചില കാര്യങ്ങളൊന്നും എൻ്റെ ബുദ്ധിക്ക് അത് ആലോചിച്ച് മനസ്സിലാകുന്നില്ല. അങ്ങനെ എൻ്റെ ബുദ്ധിക്ക് ആലോചിച്ച് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഞാൻ സ്വീകരിക്കുക. അങ്ങനെ ഞാനൊരു അന്ധമായൊരു വിശ്വാസിയൊന്നുമല്ല എന്ന രൂപത്തിലൊക്കെ സംസാരിക്കാറുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അന്ധമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ധമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ തെളിവില്ലാത്ത വിശ്വാസത്തെയാണ് അന്ധവിശ്വാസം എന്ന് പറയാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും ഒരു അന്ധവിശ്വാസിയല്ല, മറിച്ച് അവൻ്റെ ബോധ്യത്തിൽ നിന്ന് വരുന്നതാണ് അവൻ്റെ വിശ്വാസം. എന്താണ് ആ ബോധ്യം? നമ്മെ സൃഷ്ടിച്ച ഒരു പടച്ചവനുണ്ട്. ആ പടച്ചവൻ എല്ലാം അറിയുന്നവനാണ്, അൽ അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. അതേപോലെ തന്നെ അവൻ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനാണ്. അങ്ങനെ എല്ലാം അറിയുന്ന പടച്ചവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാവാൻ സാധ്യതയുണ്ടോ? ഇല്ല. എന്നാൽ നമുക്കോ, മനുഷ്യരെന്ന നിലക്ക് നമുക്ക് പല പരിമിതികളുമുണ്ട്. നമുക്ക് ആ കാര്യങ്ങൾ അറിയുന്നതിനെക്കുറിച്ച്, ചിന്തിക്കുന്നതിനെക്കുറിച്ച്, ആലോചിക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതികളുണ്ട്. അങ്ങനെ നമ്മുടെ പരിമിതികൾ നമ്മൾ ബോധ്യപ്പെടുന്നു. എന്നാൽ ആ പരിമിതികളൊന്നുമില്ലാത്ത പടച്ചവനിൽ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെയാണ്, എനിക്ക് ചിന്തിക്കുന്നതിന് പല പരിമിതികളുണ്ട്, എൻ്റെ പടച്ചവനാകട്ടെ അത്തരം ഒരു പരിമിതിയില്ലാത്തവനാണ്. അപ്പോൾ ആ പടച്ചവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാം അറിയുന്ന പടച്ചവൻ ഒരു കാര്യം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരി. എല്ലാം അറിയുന്ന പടച്ചവൻ ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് തെറ്റ്. ഈ ഒരു ബോധ്യത്തിൽ നിന്നാണ് ഒരാൾ വിശ്വാസിയാകുന്നത്. അങ്ങനെയാണ് അവൻ മതത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനാകുന്നത്. അങ്ങനെയാണ് അവൻ്റെ ജീവിതം പടച്ചവന് സമർപ്പിക്കുന്നവനാകുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം സമർപ്പണം എന്നാണ്. നമ്മുടെ ജീവിതം പടച്ചവന് സമർപ്പിക്കാൻ. എന്തിനാണ് സമർപ്പിക്കുന്നത്? നമുക്ക് പരിമിതികളുണ്ട്, പടച്ചവന് പരിമിതിയില്ല. ആ പരിമിതിയില്ലാത്ത പടച്ചവന് എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ആ ഒരു പ്രഖ്യാപനമാണ് ഇസ്ലാം. അങ്ങനെ സമർപ്പിച്ചവർക്ക് പറയുന്ന പേരാണ് മുസ്ലിം. വളരെ സുന്ദരമായ ഒരു ആശയമാണിത്. അപ്പോൾ അവിടെ ഒരിക്കലും ഇത് അന്ധമായ വിശ്വാസമല്ല, മറിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ള വിശ്വാസമാണ്. അല്ലേ? എൻ്റെ പരിമിതികൾ മനസ്സിലാക്കി ആ പരിമിതികളിൽ വിനയപ്പെട്ടുകൊണ്ട് ആ പരിമിതികളില്ലാത്ത പടച്ചവന് മുന്നിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. അതാണ് ഇസ്ലാം. അങ്ങനെ സമർപ്പിക്കുന്നവരാണ് മുസ്ലിം. അപ്പോൾ ആ ഒരു വിശ്വാസം ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇന്ന കാര്യങ്ങൾ എനിക്ക് യുക്തിപരമായി ബോധ്യപ്പെടുന്നില്ല, ഇന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇന്ന നിയമം അത്ര കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതായത് എല്ലാം അറിയുന്ന പടച്ചവൻ ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ട്. എല്ലാം അറിയുന്ന പടച്ചവനാണ് ഹറാമാക്കിയത്. പക്ഷേ എൻ്റെ പരിമിതമായ ബുദ്ധിയിൽ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ അതിൻ്റെ യുക്തി എനിക്ക് ബോധ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക? ഒന്ന് ആലോചിച്ച് നോക്കുക. അതാണ് ഏറ്റവും വലിയ യുക്തിരാഹിത്യം. കാരണം എല്ലാം അറിയുന്ന പടച്ചവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് പരിമിതമായ എൻ്റെ യുക്തിയോ എൻ്റെ ബുദ്ധിയോ ഉപയോഗിച്ച് ഞാൻ അതിനെ എങ്ങനെ അളക്കണമെങ്കിൽ എൻ്റെ ബുദ്ധി പടച്ചവൻ്റെ ബുദ്ധിയേക്കാൾ വലുതായിരിക്കണം. അതൊരിക്കലും അല്ലല്ലോ. അവിടെയാണ് ചില ആളുകളൊക്കെ ഈ ഖുർആനിലെ ഇന്ന ആയത്തുകൾ യുക്തിരഹിതമാണ്, ഹദീസുകൾ ഇന്ന ഹദീസുകൾ യുക്തിരഹിതമാണ് എന്നൊക്കെ പറയുമ്പോൾ ആ സംസാരം തന്നെ ഏറ്റവും വലിയ യുക്തിരാഹിത്യമാണ്. കാരണം എല്ലാം അറിയുന്ന പടച്ചവനാണ് എന്ന് ആദ്യം ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ പടച്ചവനിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ പരിമിതമായ ബുദ്ധി അതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നമുക്ക് ബുദ്ധി ഉപയോഗിക്കാം. എവിടെ? ആ പടച്ചവനെ കണ്ടെത്തുന്നതിൽ. നമുക്ക് ആലോചിക്കാം, ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, ഇത്രയും വ്യവസ്ഥാപിതമായി ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി. അപ്പോൾ നമ്മൾ ആലോചന സ്വാഭാവികമായും നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് ഇതിനൊക്കെ പിന്നിൽ, ഇതിനൊക്കെ സൃഷ്ടിച്ച ഒരു സട്ടാവുണ്ട്, ഏകനായ മഹാനായ ഒരു സട്ടാവുണ്ട് എന്ന ഒരു ബോധ്യത്തിലേക്കാണ് നമ്മൾ അതിലേക്ക് നയിക്കുക. ആ സട്ടാവിനെക്കുറിച്ച് നമ്മൾ പഠിക്കാം, നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് പഠിക്കാം, അല്ലേ? ആ സട്ടാവിൻ്റെ അസ്തിത്വം നമുക്ക് ബോധ്യപ്പെടാം. ആ അസ്തിത്വം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സട്ടാവിനെക്കുറിച്ചുള്ള അതിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാം പടച്ച പടച്ചവന് എല്ലാറ്റിനെ പറ്റിയും പരിപൂർണമായ അറിവുണ്ടാകും എന്നുള്ളത്. പരിപൂർണമായ അറിവുണ്ടെങ്കിൽ
ആ പരിപൂർണമായ അറിവിനെ എങ്ങനെയാണ് പരിമിതമായ അറിവ് വെച്ച് നമ്മൾ ചോദ്യം ചെയ്യുക? ആ ചോദ്യം ചെയ്യുക എന്നുള്ളത് യുക്തിരാഹിത്യമാണ്. അവിടെയാണ് ഇന്ന് ഇസ്ലാമിൽ വ്യഭിചാരം ഹറാമാക്കി. അതെന്താ പ്രശ്നം? ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഹറാമെന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അതിനെന്താ കുഴപ്പം എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? പടച്ചവൻ, എല്ലാം അറിയുന്ന പടച്ചവൻ, ഒരു പ്രവൃത്തിയുടെ വരും വരായികകളെക്കുറിച്ചും അതിൻ്റെ ഷോർട്ട് ടേമും ലോങ് ടേമും ആയിട്ടുള്ള എല്ലാ കോൺസിക്വൻസിനെ കുറിച്ചും എല്ലാത്തിനെ പറ്റിയും പരിപൂർണമായി അറിയുന്ന പടച്ചവൻ ഹറാമാണെന്ന് പറഞ്ഞു, അത് തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ പരിമിതമായ ബുദ്ധി ഉപയോഗിച്ചപ്പോൾ, യുക്തി ഉപയോഗിച്ചപ്പോൾ എനിക്കതിൽ വലിയ കുഴപ്പമൊന്നും തോന്നില്ല. അവിടെ ഒരു യഥാർത്ഥ യുക്തിയുള്ള മനുഷ്യൻ എന്താ ചെയ്യുക? ഓക്കെ, എൻ്റെ പരിമിതമായ യുക്തി വെച്ചിട്ട് ഒരു പക്ഷേ എനിക്കിപ്പോൾ അത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അതെൻ്റെ പരിമിതിയായിരിക്കും. എല്ലാം അറിയുന്ന പടച്ചവനാണല്ലോ അത് ഹറാമാണെന്ന് പറഞ്ഞത്. എങ്കിൽ അതെനിക്ക് ആത്യന്തികമായി ഹറാമായിരിക്കും, അല്ലെങ്കിൽ തെറ്റായിരിക്കും, തിന്മയായിരിക്കും, അതെനിക്ക് ദോഷകരമായിരിക്കും എന്ന് മനസ്സിലാക്കലല്ലേ യഥാർത്ഥത്തിൽ യുക്തി എന്ന് പറയുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ഹിദായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഹിദായത്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് പ്രീ റിക്വസിറ്റ്സ് ഉണ്ട് നമ്മൾ പറയും അല്ലേ. ഒരാൾക്ക് ഹിദായത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാളിറ്റി അവർക്ക് വേണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വിനയം എന്നുള്ളത്. വിനയം എന്ന് പറഞ്ഞാൽ ആളുകളോട് ചിരിച്ച് സംസാരിക്കുക എന്നുള്ളത് മാത്രമല്ല, എനിക്ക് പരിമിതിയുണ്ട് എന്ന് ബോധ്യപ്പെടലാണ് യഥാർത്ഥത്തിലുള്ള വിനയം. ആ യഥാർത്ഥ വിനയം, ഇൻ്റലക്ച്വലായ ആ ഒരു വിനയമുള്ളവർക്ക് മാത്രമേ എനിക്ക് പരിമിതിയുണ്ടെന്നും ആ പരിമിതിയില്ലാത്ത പടച്ചവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരിയെന്നും പരിപൂർണ്ണ ബോധ്യത്തോടു കൂടി വിശ്വസിക്കാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ പടച്ചോ ഹറാമാക്കിയിട്ടുണ്ടെങ്കിലും എനിക്കത് ശരിയായിട്ടാണ് തോന്നുന്നത്, പടച്ചവൻ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കത് മോശമായിട്ടാണ് തോന്നുന്നത് എന്നൊക്കെ തരത്തിലുള്ള തുടുന്യായങ്ങൾ പറയുകയാണ് പലപ്പോഴും ചെയ്യുക. അത് യഥാർത്ഥത്തിൽ ഒരു യുക്തിയുമില്ലാത്തൊരു വാദങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഖുർആനിലോ സ്വഹീഹായ ഹദീസുകളിലോ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അറിയുന്ന അലീമായ പടച്ചവനിൽ നിന്നുള്ള അലീമായ പടച്ചവനിൽ നിന്നുള്ളതിൽ പിന്നെ തെറ്റുണ്ടാവില്ലല്ലോ. എൻ്റെ യുക്തിക്ക് അത് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ബുദ്ധി പരിമിതമാണ്, എൻ്റെ യുക്തി പരിമിതമാണ്. സ്വാഭാവികമായിട്ടും ആ പരിമിതികളിൽ ഞാൻ ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ എനിക്കത് ബോധ്യപ്പെട്ടില്ലെന്ന് വരാം എന്ന ഒരു തിരിച്ചറിവാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ പിന്നെ എങ്ങനെയാണ് പടച്ചവൻ എല്ലാം അറിയാം, ആ എല്ലാം അറിയുന്ന പടച്ചവൻ ഒരു പക്ഷേ അതിനുണ്ടാകുന്ന ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടോ അതല്ലെങ്കിൽ മറ്റു വല്ല കാരണങ്ങൾ കൊണ്ടോ അത് ഹറാമാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തർത്ഥത്തിലാണ് അത് ശരിയാണെന്ന് പറയുക? തെറ്റും ശരിയും വേർതിരിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പടച്ചവൻ പറഞ്ഞു എന്നുള്ളതാണ് മാനദണ്ഡം. ആ പടച്ചവൻ പറഞ്ഞു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ, ഖുർആനിലും ഹദീസിലൊക്കെ കാര്യം ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ അത് ശരിയാണ് എന്നുള്ളതിന് നമ്മുടെ കയ്യിൽ എന്ത് മാനദണ്ഡമാണ് ഉള്ളത്? പടച്ചവൻ പറഞ്ഞു എന്നുള്ളതല്ലാതെ പിന്നെ എന്ത് മാനദണ്ഡമാണ് ഉള്ളത്? എനിക്ക് തോന്നുന്നു എന്നുള്ളതോ? അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നതാണോ ശരിയെന്ന് പറയുന്നത്? അങ്ങനെ ഓരോരുത്തർക്കും തോന്നിയത് ശരിയായി ജീവിച്ചാൽ ഈ സമൂഹം കുട്ടിച്ചോറാകില്ലേ? കാരണം അങ്ങനെയാണല്ലോ, തോന്നിയാസം എന്നൊക്കെ പറയുന്നത് അതിനാണല്ലോ. ഓരോരുത്തർക്കും അവനവന് തോന്നുന്ന ശരികൾ ചെയ്യുന്നു, ആത്യന്തികമായി ശരിയും തെറ്റും ഇല്ല എന്ന് പറയുമ്പോൾ ആ സമൂഹം കുട്ടിച്ചോറാവുകയാണ് ചെയ്യുക. അവിടെയാണ് മതം മനുഷ്യനോട് പറയുന്നത്, മനുഷ്യന് പല തോന്നലുകളും ഉണ്ടാകാം, പല ചിന്തകളും ഉണ്ടാകാം. ആ ചിന്തകൾക്ക് പരിമിതിയുള്ളത് കൊണ്ട് തന്നെ ആ പരിമിതികൾ അംഗീകരിച്ചുകൊണ്ട് പരിമിതികളില്ലാത്ത പടച്ചവൻ ഒരു കാര്യം ശരിയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുക, പരിമിതികളില്ലാത്ത പടച്ചവൻ ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുക. ഇതാണ് യഥാർത്ഥ യുക്തി എന്ന് പറയുന്നത്. ആ യുക്തിയെ പരിപൂർണമായ രൂപത്തിൽ ബോധ്യപ്പെട്ട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിൽ നിന്നും പലപ്പോഴും നമ്മളെ തടയുന്നത് നേരത്തെ പറഞ്ഞ ചില ചോദ്യങ്ങളാണ്. എനിക്ക് അത് ആലോചിക്കുമ്പോൾ അതിലൊരു പ്രശ്നവും തോന്നുന്നില്ലല്ലോ, അതിനെന്താ കുഴപ്പം അല്ലേ? നമ്മൾ സ്ഥിരമായി ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഏതെങ്കിലും ഖുർആനിലൊരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടാൽ അതിനെന്താ കുഴപ്പം? പലിശ ഹറാമാണ്, അതിനെന്താ കുഴപ്പം? അത് വ്യഭിചാരം ഹറാമാണ്, എന്തിനെന്താ കുഴപ്പം? സ്വവർഗരതി ഹറാമാണ്, അതിനെന്താ കുഴപ്പം അല്ലേ? നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ അതിനിപ്പോൾ ഞാനത് ആലോചിക്കുമ്പോൾ പലിശ വാങ്ങിയിട്ട് ഇപ്പോൾ കാര്യമായി പ്രശ്നം തോന്നില്ലല്ലോ, സ്വർഗരതി ചെയ്ത് കണ്ടിട്ട് ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നില്ലല്ലോ എന്നാണ് നമ്മുടെ ചിന്ത. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം ചെയ്താൽ, ഒരു പ്രവൃത്തി ചെയ്താൽ അതുകൊണ്ടുള്ള കുഴപ്പം, അതുകൊണ്ടുള്ള പ്രശ്നം അപ്പോഴുണ്ടായിക്കൊള്ളുന്നില്ല. പല പ്രവൃത്തികളുടെയും കുഴപ്പം, പ്രശ്നമുണ്ടാകുന്നത് ഒരു പക്ഷേ ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം. അതുകൊണ്ടാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ സ്വവർഗരതി എന്ന് പറയുന്ന ഉദാഹരണം എടുത്താൽ തന്നെ സ്വവർഗരതി ചെയ്ത് അപ്പോൾ തന്നെ എന്തെങ്കിലും ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നത് നമ്മൾ കാണുന്നില്ല. മറിച്ച് ഒരു പക്ഷേ വർഷങ്ങളോ അല്ലെങ്കിൽ പതിറ്റാണ്ടുകളോ എടുത്തിട്ടായിരിക്കും ഒരു സൊസൈറ്റിയിൽ സ്വവർഗരതി വ്യാപകമായതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അത്തരം പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പോപ്പുലേഷൻ ക്രൈസിസ് ആയിട്ടും അതുപോലെ തന്നെ ലൈംഗിക രോഗങ്ങളായിട്ടുമൊക്കെ കുടുംബത്തിൻ്റെ തകർച്ചയായിട്ടൊക്കെ അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ആ പ്രവൃത്തി കൊണ്ടുള്ള പ്രത്യാഘാതം അവർ കാലങ്ങൾ കൊണ്ടാണ് അനുഭവിച്ചത്. ഇവിടെയാണ് നമ്മൾ പറയുന്നത് അങ്ങനെ കാലങ്ങൾ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. എല്ലാം അറിയുന്ന കാലങ്ങളെ സൃഷ്ടിച്ച
സമയത്ത് സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് സ്വീകരിച്ചാൽ മതി, അതിന് സമർപ്പിച്ചാൽ മതി എന്നുള്ളത് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ നിലക്ക് പരിപൂർണമായ സമർപ്പണം, നമ്മൾ ആലോചിച്ച് അതിന് കുഴപ്പം തോന്നില്ല, പ്രശ്നം തോന്നുന്നില്ല എന്നതിൻ്റെ പേരിലല്ല ഒരു കാര്യം ശരിയും തെറ്റുമായി മനസ്സിലാക്കേണ്ടത്, മതത്തിൻ്റെ നിയമങ്ങളെ തള്ളിക്കളയുകയും കൊള്ളുകയും ചെയ്യേണ്ടത്. മറിച്ച് പടച്ചവൻ പറഞ്ഞു എന്ന് ഉറപ്പുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആനിലുണ്ടോ, സ്വഹീഹായ ഹദീസാണോ എങ്കിൽ എനിക്ക് അത് പൂർണ്ണമായ രൂപത്തിൽ എൻ്റെ ബുദ്ധിയിൽ ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും പടച്ചവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന ഒരു ബോധ്യത്തിലേക്ക്, എന്ന ഒരു ചിന്തയിലേക്ക്, അങ്ങനെ ഒരു പരിപൂർണ മുസ്ലിമായി, അതായത് സമർപ്പിച്ചവനായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.